ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ എന്നതിനെക്കുറിച്ചാണ്. നൗൺ എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും അല്ലേ? എന്നാലും ഞാനൊന്ന് പറയട്ടെ. എ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ് ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. Things means all the objects that we can see, hear, touch, taste and smell. ഒരാളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദത്തെയാണ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് കാണാനോ കേൾക്കാനോ തൊടാനോ രുചിക്കാനോ മണത്തു നോക്കുവാനോ കഴിയുന്ന വസ്തുക്കളെയാണ് തിങ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, നൗ ക്യാൻ യു ടെൽ മീ സം എക്സാമ്പിൾസ് ഫോർ നൗൺ? എക്സാമ്പിൾസ് പറയാമോ നൗണിന്? അശോക, ടീച്ചർ, പേഴ്സൺ, സ്കൂൾ, പാർക്ക്, കൊല്ലം, പ്ലേസ്, ബുക്ക്, കാർ, കമ്പ്യൂട്ടർ, പെൻസിൽ, തിങ്സ്. ഓക്കെ, ഇനിയും നൗൺസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 5 പാർട്സ്. 5 ആയിട്ട് നൗൺസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ ആൻഡ് മെറ്റീരിയൽ നൗൺ. എൻ്റെ കൂടെ ഒന്ന് നിർത്തി പറയാമോ? കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്റ്റ് നൗൺ, മെറ്റീരിയൽ നൗൺ. ഇനി നമുക്ക് ഓരോന്നിനെക്കുറിച്ചും പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് കോമൺ നൗൺ. കോമൺ നൗൺ എന്താണ് എന്നാണ് നാം നോക്കാൻ പോകുന്നത്. ദ നെയിം ഗിവൺ ഇൻ കോമൺ ടു എവറി പേഴ്സൺ ഓർ തിങ് ഓഫ് ദ സെയിം ക്ലാസ് ഓർ കൈൻഡ്. ഒരേ വർഗത്തിലോ ഒരേ ഇനത്തിലോ പെടുന്ന എല്ലാറ്റിനെയും പൊതുവേ പറയുന്ന പേരാണ് കോമൺ നൗൺ. എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ബോയ്, ഗേൾ, ടൗൺ, ബിൽഡിംഗ്, മൗണ്ടൻ, കിങ്, എക്സെട്ര. വിച്ച് ഈസ് ദി സെക്കൻഡ് വൺ? ടെൽ മീ. രണ്ടാമത്തെ ഏതാണ്? പ്രോപ്പർ നൗൺ. വാട്ട് ഈസ് പ്രോപ്പർ നൗൺ? The name of some particular or specific person or place. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സാറ, ലണ്ടൻ, രാമ, തിരുവനന്തപുരം, എക്സെട്ര. Capital letters are used for proper nouns of people and places. വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ പേരുകൾ പ്രോപ്പർ നൗണിൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. മൂന്നാമത്തേത് എന്താണെന്ന് നോക്കാം. കളക്റ്റീവ് നൗൺ. വാട്ട് ഈസ് കളക്റ്റീവ് നൗൺ? കളക്റ്റീവ് നൗൺ എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? ദ നെയിം ഓഫ് എ കളക്ഷൻ ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ്. ഒരു കൂട്ടത്തെയോ സമൂഹത്തെയോ കാണിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ. എക്സാമ്പിൾ: crowd, army, choir, flock, bunch, etc. Okay, the fourth one is abstract noun. നാലാമത്തേതാണ് abstract noun. What is abstract noun? The name of an idea, quality, action or state. It can be formed from nouns, verbs and adjectives. ഒരാശയം, ഗുണങ്ങൾ, പ്രവൃത്തി, അവസ്ഥ എന്നിവയെ കുറിക്കുന്നതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. അബ്സ്ട്രാക്റ്റ് നൗൺ നൗൺസിൽ നിന്നോ വെർബിൽ നിന്നോ അഡ്ജക്റ്റീവ്സിൽ നിന്നോ രൂപം കൊള്ളാം. ഇത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ട്രൂത്ത്, ഗുഡ്നെസ്, തിങ്ക്, wisdom, friendship, etc. Fifth and the last one is material noun. A material noun refers to a substance or material that things are made of. ഏതെങ്കിലും
ഒരു പദാർത്ഥത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരാണ് മെറ്റീരിയൽ നൗൺ. എക്സാമ്പിൾ: മാർബിൾ, കോട്ടൺ, എയർ, റോക്ക്, ഗോൾഡ്, എക്സെട്ര. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു.